ഞാൻ ലാസ്റ്റ് 12:30 അങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം 1 മണിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു, ഇപ്പം ഞാൻ കിടക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എണീക്ക്, ടൈം ആയില്ലേ. അതാ ഞാൻ ലാസ്റ്റ് സംസാരിച്ച്. 1 മണിക്ക് പോകും എന്ന് പറയും. കോളേജിലേക്ക് ആ ക്യാൻറ്റീനിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ കിടക്കുന്നു പറഞ്ഞ റൂം. ഇങ്ങോട്ടേക്ക് വരാൻ അങ്ങനെ ലാസ്റ്റ് ഡേ കാര്യം 18th ഞാൻ 15-ാം തീയതി മോൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കയറിയിട്ട് ഒരു 2 മണിക്കുള്ള ട്രെയിൻ മിസ്സായി. ഞാൻ വൈകിട്ടുള്ള ട്രെയിനിൽ കയറുന്നു എന്ന് പറഞ്ഞു. അതിലൊരു 4 മണിയാകുമ്പോൾ എത്തണം, ഒരു 3:30-4 മണിയാകുമ്പോൾ എത്തണം. ആ ടൈമിൽ കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ച്. അവൻ പറഞ്ഞു ഞാൻ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റഹാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓഫീസിലൊരു പേപ്പർ വയ്ക്കണം, ഞാൻ പോകുന്നമ്മ, ഞാൻ വയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ എത്തിയപ്പോൾ, ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് എത്താറായി, ജസ്റ്റ് അടുത്ത സ്റ്റേഷൻ കോഴിക്കോടാണ്. ഞാൻ ഫോൺ ഓഫാവും, ഞാൻ ചെന്നിട്ട് വിളിക്കാം. ചെല്ലുന്ന ഒരു 8 മണിയാകുമ്പോൾ എത്തണം, ഒരു ബ്ലോക്കൊന്നും ഇല്ല എങ്കിൽ. ഞാൻ 8 മണി മുതൽ അങ്ങ് വിളിക്കുക, വിളിച്ച് 10 മണിയായപ്പോൾ ഞാൻ അക്ഷയെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ സിദ്ധു എടുക്കുന്നില്ല, നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. എൻ്റെ സിദ്ധു വന്നിട്ടുണ്ട് കിടക്കുന്നു, ഞാൻ പറയാൻ വിളിക്കാനെന്ന്. അങ്ങനെ സിദ്ധു ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമ്പോൾ ഞാൻ എത്തി കിടക്കുന്നു. അപ്പോൾ പോകുമ്പം ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവന് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ അവനെ ശല്യപ്പെടുത്തില്ല, ഞാൻ കിടന്നു എന്ന് പറയും. പിന്നെ അന്ന് ഇടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ കിടക്കുന്നു, കാപ്പി കുടിച്ചില്ല, ഉറങ്ങിപ്പോയി, ഉച്ചയ്ക്ക് കഴിച്ചു എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല. അടുത്ത 17-ാം തീയതി വീണ്ടും ഞാനിങ്ങനെ വിളിക്കുമ്പോൾ വല്ലപ്പോൾ ഒരിക്കലും എടുത്തിട്ട് അമ്മ കിടക്കുകയായിരുന്നു അമ്മ, ഞാൻ വിളിക്കാം അമ്മ എന്ന് പറഞ്ഞിട്ടങ്ങ് വയ്ക്കും. അപ്പം വേറെ ഒന്നും സംസാരിക്കുന്നു, ഞാൻ എന്തെങ്കിലും കാര്യം എടുത്തിടും, ഇങ്ങനെ എന്തെങ്കിലും മറുപടി കിട്ടാൻ വേണ്ടി. അതിനൊന്നും മറുപടി ഇല്ല ഓക്കെ ഒന്നുമില്ല വിളിക്കാം. അങ്ങനെ ഞാൻ വീണ്ടും അക്ഷയനും 2-3 പ്രാവശ്യം വീണ്ടും എൻ്റെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ കിട്ടാത്തതുകൊണ്ട് അക്ഷയന് മെസ്സേജ് അയച്ചു, മോനെ സിദ്ധുവിനെ ഒന്ന് കോൾ ചെയ്യാൻ പറയുകയെന്ന്. അത് കഴിഞ്ഞിട്ട് അക്ഷയ് ഇങ്ങോട്ട് വിളിച്ചില്ല, സിദ്ധു ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു. 18-ാം തീയതി ആയപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്ത് മൂടപ്പ് മോനെ, നീ എപ്പോൾ എന്ത് കിടക്കുന്നേ, ഞാൻ എപ്പോൾ കിടക്കുന്നത് എന്താ ഞാൻ ചോദിച്ചാൽ ഇല്ല ഒന്നുമില്ല ഞാൻ കിടക്കുന്നു, ഇല്ല ഇപ്പോൾ കഴിക്കാൻ പോവും, എണീറ്റ് തുണിയൊക്കെ അലക്കാനുണ്ടെങ്കിൽ എണീറ്റാണല്ലോ, ഇല്ല നമ്മുടെ എണീറ്റ് 1 മണിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഉച്ചയ്ക്ക് വിളിച്ച് രാവിലെ എണീറ്റപ്പോൾ കാപ്പി കുടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവൻ കിടക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വിളിക്കാം ഞാൻ വിളിക്കാം. എത്രയാ ഞാൻ 2 ദിവസം കൊണ്ട് കേട്ടത്. ഈ 16-ാം തീയതി ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല, ഇത്രയും ടൈം എടുത്തില്ലേ. 15-ാം തീയതി 11 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം അത്രയും ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. 17-ാം തീയതി ആയപ്പോൾ ഞാൻ എന്താണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നില്ല, സംസാരിക്കാത്തത്. ഇല്ല ഞാൻ കിടക്കുകയായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നു. എൻ്റെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം അക്ഷയെ കോണ്ടാക്ട് ചെയ്ത്, ഒന്നുകിൽ അവരടുത്തുണ്ടായിരിക്കണം, ഇത്രയും പെട്ടെന്ന് അവനിങ്ങോട്ട് തിരികെ വിളിക്കുന്നുണ്ട്. പിന്നെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ അൽത്താഫിനെ വിളിച്ചു. അപ്പോൾ അൽത്താഫ് പെട്ടെന്ന് കോൾ എടുത്ത് എന്നിട്ട് കട്ട് ചെയ്തു. റഹാനെ വിളിച്ചപ്പോൾ റഹാൻ പറഞ്ഞു ആൻറ്റി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്, അങ്ങനെ എന്ന് ഉറപ്പായിട്ട് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് നിർത്തി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്താണ് ആക്സിഡൻ്റ് എന്നല്ലേ, ഞാൻ ആക്സിഡൻ്റ് എന്നല്ലേ അറിഞ്ഞോളൂ, എനിക്ക് അവനോട് സംസാരിച്ചാൽ മതി, നീ എന്താ ഇഷ്യൂ ഉണ്ടെന്നും കുഴപ്പമില്ല നീ കൊടുക്ക്. അതങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു അങ്ങനെ ഒന്നും പറയുന്നില്ല. ഉടനെ അവനും കട്ട് ചെയ്തു. പിന്നെ മോൻ്റെ കൂടെ ലാസ്റ്റ് വന്നപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അക്ഷയ് കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു മോനെ ഞാൻ 2 പ്രാവശ്യം നിന്നെ വിളിച്ചില്ല, എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നെ ഒന്ന് അറിയിക്കാത്തത്. അവൻ കുനിഞ്ഞു നിന്ന് കരയുന്നു. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഗേൾസ്, അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ മതിയായല്ലോ, നിനക്കൊക്കെ ഇപ്പം മതിയായല്ലോ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം ബോയ്സും ഗേൾസൊക്കെ ഉണ്ട്, ഞാൻ ആരെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ അക്ഷയനെ കൈ പിടിച്ച് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ദേവരാഗം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ദേവരാഗിനെ അറിയാം. ദേവരാഗിൻ്റെ അടുത്ത് അമ്മ ചോദിച്ചു മക്കളെ നിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലേടാന്ന് ചോദിച്ചു. അപ്പോൾ അവനും ഈ കരച്ചിൽ മാത്രം.
ഇവരെല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ വീട്ടിൽ വന്ന് തങ്ങിയിട്ടൊക്കെ പോയതാണ്. അക്ഷയുടെ കയ്യിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ പോയപ്പോൾ ഹോസ്റ്റലിൽ മോനെ റൂമിൽ കയറ്റിയിട്ട് അക്ഷയ എല്ലാം ചെയ്ത് അക്ഷയൻ്റെ കയ്യിൽ ഏൽപ്പിക്കും പോലെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ട് അക്ഷയെ വിളിക്കുന്നത്. എന്താ തോന്നുന്നു? ഇതിൽ അവന് ചെയ്യില്ല എന്ന്, അവൻ സ്വന്തമായിട്ട് ഇത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായിരുന്നാലും എല്ലാം പുറത്തു വരുമല്ലോ, കാരണമല്ലോ. ഇനി മറ്റുള്ള കുട്ടികൾക്ക് പഠിക്കണ്ടേ ഇവിടെ? നമ്മുടെ കുട്ടി പോയായിരുന്നാലും മറ്റുള്ളവർക്ക് ഇവിടെ പഠിക്കണ്ടേ? കൂടെ ഇത് കണ്ടും കേട്ടും നിന്ന കുട്ടികൾ അവരുടെ പാരൻസിനെ അറിയിക്കാത്തത് ഞാൻ അതാ ചോദിക്കുന്നത്. അവർക്ക് ആ ധൈര്യം ആർക്കും കോളേജുകാർക്കും കൊടുക്കാനില്ല, അല്ലെങ്കിൽ പാരൻസ് കൊടുക്കണം. അപ്പം അത്രയും അവർ പേടിച്ചിരിക്കുകയാണ്. അവരെന്താണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. നമുക്ക് വേറൊരു കുട്ടിക്ക് ഇങ്ങനെ വന്നാലേ അവരുടെ ഫ്രണ്ട്സല്ലേ പറയാൻ, നമ്മൾ ഇത്രയും ദൂരെ ഇരിക്കുന്നവർ. അല്ലെങ്കിൽ കോളേജിലെ ഡീൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാറിന് ഒരാഴ്ചയായിട്ടും സാറിനൊന്നും അറിയില്ല. സാർ പറഞ്ഞതാണ്, ഞങ്ങൾ കൂടെ പറഞ്ഞത്, ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല. നമ്മൾ ആരെ കയ്യിലാണ് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോവാൻ? അവിടെ കൊണ്ടുപോയി ആരെ കയ്യിൽ കൊടുത്തിട്ട് വരും? ഇനിയും കൊച്ചു കുട്ടികളില്ലേ? ടീച്ചേഴ്സിനും അറിഞ്ഞുകൂടാ, ഡീനിനും ഒന്നും അറിയില്ല. ഞങ്ങൾ പോലും അവരല്ല, ഓഫീസിൽ നിന്നല്ല. പി ജിയിലൊരു കുട്ടിയെ വിളിച്ച് പറയുന്നു, ബ്രദറിനെ വിളിച്ച്, എന്നെ അല്ല ബ്രദറിനെ വിളിച്ചിട്ട്. പോലീസ് എന്താ പറയുന്നത്? എല്ലാം നോക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ 12 പേര് സസ്പെൻഷനായെന്ന് പറഞ്ഞു. 12 പേരല്ല ഇതിൽ ഇൻവോൾവ്, ശരിക്കും പേരുണ്ട്, കുറേ അധികം പേരുണ്ട്. അവരെല്ലാവരെയും പുറത്തു കൊണ്ടുവരണം, ഒരു അറസ്റ്റ്. അവരിനിയും പഠിക്കരുത്, ആ കോളേജിൽ പഠിക്കരുത്. മറ്റുള്ള കുട്ടികൾക്ക് പഠിക്കണ്ടേ? എല്ലാ വീട്ടിൽ നിന്നും എല്ലാ അമ്മമാരും ഇത് കണ്ടിട്ട് കുട്ടികൾക്കൊരു ധൈര്യം കൊടുക്കണം. ആർക്കെങ്കിലും ഇപ്പോൾ ഇവന് സംഭവിച്ചു, ഇതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു കുട്ടിയുടെ ജീവനാണ് തരുന്നത്. നമ്മൾ ആ കുട്ടിക്ക് എന്ത് സെക്യൂരിറ്റിയും കൊടുക്കുമായിരുന്നു. നമുക്ക് ഇത്രയൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കുട്ടിയെ നമുക്ക് എന്ത് വേണോ എങ്ങനെ വേണോ സെക്യൂർ ചെയ്യാമായിരുന്നു. സിദ്ധാർത്ഥന് റാഗിങ് അതെല്ലാം അവനൊരു ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇയർ ചെറിയ അത് എല്ലാ പേർക്കും ഉള്ളതാണല്ലോ. കോളേജ് ആസ്വദിച്ച് നടക്കുകയായിരുന്നു. കോളേജ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് എപ്പോഴെങ്കിലും പറഞ്ഞു? സീനിയർ വിദ്യാർത്ഥികൾ എപ്പോഴെങ്കിലും? ഇല്ല, ഒന്നും ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിയിച്ച സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടില്ല? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവരൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ ദിവസം അക്ഷയ് എൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ കുഴപ്പമില്ല ആൻറ്റി, കുഴപ്പമില്ല. ഞാൻ അവനിലൊന്ന് ഫോൺ കൊടുക്കുക, എനിക്കൊന്ന് സംസാരിച്ചാൽ മതി, ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു, അകത്ത് കയറിയിട്ട് കൊടുക്കുക എന്നാ പറഞ്ഞു. ഇവിടെ വീട്ടിൽ വന്ന് നിന്ന കുട്ടികളടക്കം ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് തോന്നുന്നു. അവരിവിടെ ഉണ്ട്. ഞങ്ങൾ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളുടെ ഇവിടെ കിടന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും ഒന്ന് പറയായിരുന്നു. ഒന്ന് അവർ പറയണ്ട, അവരാരടുത്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥനെ പെട്ടെന്നൊന്ന് വിളിച്ചിട്ട് പോകാൻ പറയമ്മ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആരും അറിയില്ലായിരുന്നു. ഇവരാരെയാ പേടിക്കുന്നത് ഇങ്ങനെ? പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്, പിന്നീടാണ് റാഗിങ് എന്ന് പറഞ്ഞിട്ടുള്ള കേസിലേക്ക് മാറുന്നത്. കോളേജിൽ നിന്ന് ഇത് റാഗിങ് ആണ് എന്ന് പറഞ്ഞ് 10 പേരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കോളേജിൽ നിന്ന് വിളിക്കുകയോ എന്തെങ്കിലും പറയുകയോ? എനിക്കൊരു കോൾ വന്നിട്ടില്ല ഇതുവരെ. ബ്രദറെ കൂടുതൽ കാര്യങ്ങൾ ബ്രദറിനെ അറിയാം. അമ്മയുടെ ആവശ്യം എന്താ പോലീസിനോട്? അവരെ ഇത്രയും പേരല്ല, എൻ്റെ ഉറപ്പായ വിശ്വാസം ഇത്രയും പേരല്ല ഇതിൻ്റെ ബാക്കിലുള്ളത്. മറ്റുള്ളവരെ കൂടെ കണ്ടുപിടിക്കണം, അറസ്റ്റ് ചെയ്യണം, അവരെ പഠിക്കാൻ അനുവദിക്കരുത്. വേറൊരു കുട്ടികൾക്കും വേറൊരു അമ്മമാർ ഇതുപോലെ കരയരുത്. പ്രതീക്ഷകളാണ് എത്ര കാലം കൊണ്ടുള്ള 10 കഴിഞ്ഞ് 10 മുതലുള്ള ഒരു പ്രതീക്ഷയാണ് ഇങ്ങനെ ഒരു അഡ്മിഷൻ.
രാത്രിയും പകലും ഇല്ലാതെ പഠിച്ച് അത് ഉറപ്പാണ്. അവനവിടെ പഠിക്കണം, അവനവിടെ പഠിച്ച് എപ്പോഴും പറയും, ഇവിടെ വന്നിട്ട് പറയും, ഓ ഞാൻ 1 ദിവസം 2 ദിവസം നിൽക്കാം എന്നിട്ട് പോവും.